ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറിന്റെ കുടുംബത്തിനെതിരെയുള്ള മോശ പരാമർശത്തിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഗായകൻ. ഇപ്പോൾ അതുമായി മുന്നോട്ടു പോകാനും കേസ് നടത്താനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ്. ഗോപി സുന്ദറിനെതിരെയുള്ള മോശപ്പെട്ട കമന്റുകളെല്ലാം തന്നെ നമുക്ക് സമ്മതിക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതമായിരിക്കാം ഇവരെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രശ്നമായി മാറുന്നത്. എന്നാൽ വെറുതെ ഇരിക്കുന്ന വീട്ടിലുള്ളവരെ എന്തിനാണ് അദ്ദേഹത്തിന്റെ മോശം സ്വഭാവം കൊണ്ട് വലിച്ചിഴയ്ക്കുന്നതെന്ന് ആരാധകർ ചോദിക്കുന്നു. നിങ്ങൾക്ക് അയാളെ വിമർശിക്കണമെങ്കിൽ അയാളെ വിമർശിച്ചോളൂ. എന്തിനാണ് മോശം പരാമർശം നടത്തി അവരുടെ വീട്ടുകാരെ നാണം കെടുത്തുന്നത്? നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടൊരു മോശം കമന്റാണ് ഇപ്പോൾ ഗോപി സുന്ദർ മറുപടി നൽകിയിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എന്റെ അമ്മയെ വേണമെന്നാണ് പറയുന്നത്. ഞാനെന്താ പറയേണ്ടത്? ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കേസ് കൊടുക്കുക, ഇതിനെ മുന്നോട്ട് പോവുക എന്നാണ്. അത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഗോപി സുന്ദർ വ്യക്തമാക്കി. ഈ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഒരുപാട് മോശം കമന്റുകൾ സാധാരണ രീതിയിൽ കണ്ടന്റുകൾക്ക് വരാറുള്ള വ്യക്തിയാണ് ഗോപി സുന്ദർ. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം തന്നെയാണ് പലപ്പോഴും ചർച്ചയായി മാറുന്നതും. പാട്ടിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ രീതിയിലൊന്നും തന്നെ ആരാധകർ ഇടപെടാറില്ല. അതെല്ലാം തന്നെ ആരാധകർക്ക് ഇഷ്ടവുമാണ്. എന്നാൽ ഗോപി സുന്ദറിന്റെ വ്യക്തിഗത ജീവിതവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾക്കാണ് ആരാധകർക്ക് എതിർപ്പുള്ളത്. ആ എതിർപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിലും പലപ്പോഴും പല ചിത്രങ്ങൾക്കടിയിലും കാണാൻ സാധിക്കുന്നത്. പെൺസുഹൃത്തുക്കളുമായി ചിത്രങ്ങൾ പങ്കുവച്ചാൽ പോലും ഗോപി സുന്ദറിനെ കുറിച്ച് നിരവധി കമന്റുകളും ഒക്കെ തന്നെയും വിമർശനങ്ങളായി പുറത്തു വരാറുണ്ട്. എങ്ങനെയാണ് ഗോപി സുന്ദറിന് ഇങ്ങനെ പെണ്ണുങ്ങളെ കിട്ടുന്നതെന്നുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മോശമായി പരാമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും വരുന്നത്. ഗായിക അഭയ ഹിരൺമയി, ഗായികയായ അമൃത സുരേഷ്, അതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ തുടങ്ങി 3 സ്ത്രീകളുടെ പേരിലാണ് പലപ്പോഴും ഈ ഗായകൻ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഏത് സ്ത്രീയുടെ കൂടെയോ പെൺകുട്ടിയുടെ കൂടെയോ പെൺസുഹൃത്തിന്റെ കൂടെയോ നിന്ന് ചിത്രങ്ങൾ എടുത്താലും പ്രേക്ഷകരെല്ലാവരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ വാർത്തകൾ തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തിനെ മാനസികമായി തളർത്തിയിട്ടുള്ളതും. എന്നാൽ തന്നെ അദ്ദേഹം കമന്റുകൾക്ക് പ്രതികരിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ആദ്യമായാണ് വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന നിഷ്കളങ്കമായ എന്നെ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്യാത്ത എന്റെ അമ്മയെ എന്തിനാണ് നിങ്ങൾ വലിച്ചിടിക്കുന്നത്? എന്നെ പറഞ്ഞോളൂ, ഞാൻ സഹിക്കാം. സഹിക്കാതെ ഉണ്ടെങ്കിൽ ഞാൻ 10 പറയാം. തിരിച്ചു പറയുമ്പോൾ നിങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷേ എന്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മയെ കുറ്റം പറയുന്നതെന്ന് അറിയില്ല എന്ന് ഗോപി സുന്ദർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി പോരാടാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് നിയമാനുസൃതം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് ഗോപി സുന്ദർ തന്നെ അഭിപ്രായപ്പെട്ടത്. ഇതോടെ തന്നെ സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുകയാണ് ഗോപി സുന്ദർ വിഷയം. ഗോപി സുന്ദറിന് എന്ത് പറ്റിയതാണ് എല്ലാവരും ചോദിക്കുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായി കാര്യത്തെ നേരിട്ടു എന്ന് പറയുന്നു. എന്നാൽ സ്വന്തം അമ്മയെ പറഞ്ഞാൽ ഇതിനപ്പുറം വൈകാരികമായി എങ്ങനെയാണ് ഒരു മനുഷ്യൻ നേരിടേണ്ടതെന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളി പ്രേക്ഷകരും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.